അത് തികഞ്ഞ ഒരു അരാജകത്വത്തിലേക്ക് നമ്മുടെ നാടിനെ തള്ളിവിടുകയാണ്. കഴിഞ്ഞ 10 വർഷം ഈ മയക്കുമരുന്നിൻ്റെ വ്യാപനം തടയുന്നതിലുള്ള ഒരു ഒരു ഉദാസീനത ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ കാണിച്ചത്. തീർച്ചയായിട്ടും അതിനുള്ള സംവിധാനങ്ങൾ കേരളത്തിലുണ്ട്. എക്സൈസ് വകുപ്പുണ്ട്, പോലീസ് വകുപ്പുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്. അപ്പോൾ എല്ലാവരെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു ഒരു ഉത്സാഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ മാരകമായ ഒരു തലത്തിലേക്ക് ഈ മയക്കുമരുന്നുകളുടെ വ്യാപനം കേരളത്തിൽ ഉണ്ടാകില്ലായിരുന്നു. നമ്മളുടെ പുതിയ തലമുറ നശിക്കത്തില്ലായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറയിലെ കുറേയധികം ആളുകൾ നശിച്ചിട്ടുണ്ട്. അവർ ഈ ഡ്രഗ്സ് കഴിച്ച ശേഷം പലവിധ ആക്രമണങ്ങളിൽ ചെന്ന് പെടുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്ത 4-മത്തെ ഒരു കാര്യം, കേരളത്തിൽ എന്ത് തോന്നിവാസവും കാണിക്കാം. ഒരു ഡോക്ടറെ കുത്തിക്കൊല്ലാം, ഒരു സ്ത്രീയെ എന്ത് വേണം ചെയ്യാം, അമ്മയെ കൊല്ലാം, അപ്പനെ കൊല്ലാം, മകനെ കൊല്ലാം, മകളെ കൊല്ലാം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്നു.